പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം അതിൻ്റെ 40 വാക്യം. ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തൻ്റെ ദൂതനെ നിന്നോടുകൂടെ അയച്ച് നീ എൻ്റെ വംശത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എൻ്റെ മകന് ഭാര്യയെ എടുക്കുവാൻ തക്കവണ്ണം എൻ്റെ യാത്രയെ സഫലമാക്കും. ഇതോട് ചേർന്ന് അതിൻ്റെ 48 വാക്യം കൂടെ. ഞാൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു. എൻ്റെ യജമാനൻ്റെ സഹോദരൻ്റെ മകളെ അവൻ്റെ മകനായിട്ടെടുക്കുവാൻ എന്നെ നേർവഴിക്ക് കൊണ്ടുവന്നവനായി എൻ്റെ യജമാനൻ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവയെ വാഴ്ത്തുകയും ചെയ്തു. നമ്മൾ 40 വാക്യത്തിൽ വായിച്ചത് അബ്രഹാം ദൈവസന്നിധിയിൽ എടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തെ അവൻ തൻ്റെ ദാസനായ എലയാസറിനോട് പങ്കുവെക്കുകയാണ്. ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തൻ്റെ ദൂതനെ നിനക്ക് മുൻപായി അയക്കും, നിൻ്റെ യാത്രയെ സഫലമാക്കും. എന്നെ എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് അവിടുന്ന് പുറപ്പെടുത്തിക്കൊണ്ട് വന്ന ആ ദൈവം എനിക്ക് വേണ്ടി കരുതും, എൻ്റെ മകന് വേണ്ടി തക്ക തുണയാളിയെ കണ്ടെത്തുവാൻ ഇടയാക്കും എന്നുള്ള ആ ഉറപ്പും ധൈര്യവും അബ്രഹാമിന് ഉണ്ടായിരുന്നു. അത് അബ്രഹാമിനുള്ള ആ വിശ്വാസവും ആ ധൈര്യവും ഉറപ്പും തൻ്റെ ദാസനായ എലിയാസറിനോട് താൻ പങ്കുവച്ചു. അതിന് തക്കവണ്ണം തന്നെ ആ ദാസനും ഈ ദൈവത്തിൻ്റെ ശക്തി, അബ്രഹാമിൻ്റെ തീരുമാനത്തിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആ അത്യന്ത ശക്തിയെ കാണുവാനിടയായി എന്നുള്ളതാണ് 47 വാക്യത്തിൽ നാം കാണുന്നത്. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ എല്ലാ കാലത്തും വിശ്വസ്തനാണ്. നാം ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന് ദൈവം മുൻപാകെ നാം എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ദൈവം തീർച്ചയായും നമുക്കും നമ്മുടെ തലമുറകൾക്കും വേണ്ടി കരുതും എന്നുള്ളത് നാം ഇന്നലെയും ചിന്തിച്ചു. സദൃശവാക്യം 14 അധ്യായത്തിലൂടെ നാം ചിന്തിച്ചത് ആ യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകും, അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും. ഇവിടെ അബ്രഹാമിന് ദൃഢധൈര്യമുണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിന് ശരണമുണ്ട്. അവൻ്റെ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ അവന് വേണ്ടി കരുതുന്ന കർത്താവിനെ മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. ഇത് നമുക്കും ഒരു വെല്ലുവിളിയായി തീരട്ടെ. അബ്രഹാമിൻ്റെ ആ വിശ്വാസം, അബ്രഹാം എടുത്ത തീരുമാനം, അബ്രഹാമിൻ്റെ ഉറപ്പ്, അത് നമ്മുടെ ജീവിതത്തെ ഒന്ന് വെല്ലുവിളിക്കട്ടെ. നാം ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, ദൈവവുമായിട്ട് ചെയ്യുന്ന ഉടമ്പടികൾ, അതിന് ഭേദം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്ഥിരമാനസ് നിന്നിൽ ആശ്രയം വെച്ചിരിക്കയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുമെന്ന് യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നാം ഉറച്ചു നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ദൈവത്തിൻ്റെ വഴികളെയും കണ്ട് മനസ്സിലാക്കുവാൻ പിൽക്കാലങ്ങളിൽ ദൈവം അനുവാദവും കൃപയും തരും എന്നുള്ളത് ഈ ചരിത്രത്തിലൂടെ നാം ഇന്ന് പകൽക്കാലം പഠിക്കുമ്പോൾ അത് നമുക്ക് ബുദ്ധിയുപദേശമായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ആ വഴിത്തൂണുകളിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവകൃപയിൽ ശരണപ്പെട്ട് ഓരോ കാര്യങ്ങളും ക്രമീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.